ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമുകൾ കേരളമെമ്പാടും ഓരോ ഗ്രാമങ്ങളിലും ആഘോഷിക്കുകയാണ്. അത്തരമൊരു ആഘോഷവേദിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കുന്നത്തുനാട് താലൂക്കിലെ കാരുകുളം ജംഗ്ഷനിലുള്ള നക്ഷത്രത്തോട് 24 എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കോൽകളി സംഘം, അതായത് കോൽകളിയും ഒപ്പനയും അറവനമുട്ടുമൊക്കെ പണ്ട് കാലത്ത് കേരളത്തിൻ്റെ ഓരോ ഇടങ്ങളായിരുന്നു, ഓരോ കലകളായിരുന്നു. ഇതെല്ലാം മെല്ലെ മെല്ലെ അസ്തമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഒരു കോൽകളിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് കാരുകുളം നിയാസിൻ്റെ നേതൃത്വത്തിലുള്ള 14 അംഗ സംഘം. കാരുകുളം ജംഗ്ഷനിലെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം വേദിയിലേക്ക് നമ്മൾ പോവുകയാണ്. കാണുക. കലകൾ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെമ്പാടും പ്രാദേശികമായി രൂപം കൊണ്ട ഒരുപാട് കലകളുണ്ടായിരുന്നു. കേരളത്തിൻ്റെ സംസ്കാരം വിളിച്ചോതുന്ന തെയ്യവും തിറയും കഥകളിയും കോൽകളിയും അറവനമുട്ടും എന്നു വേണ്ട മാർഗം കളിയും ഒപ്പനയുമൊക്കെയായി അനേകം കലകൾ നിലനിന്ന ഒരുപാട് വൈവിധ്യങ്ങൾ നിലനിന്നിരുന്ന രാജ്യമാണ് നമ്മുടെ കേരള നാട്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ചില ചരിത്രപരമായ നിഗൂഢതകളും അതുപോലെയുള്ള ചില കാഴ്ചപ്പാടുകളും കൊണ്ട് പല കലകളും അസ്തമിച്ചു പോയി. കല എന്ന് പറഞ്ഞാൽ കഥകളി മാത്രമായി, അല്ലെങ്കിൽ ഭരതനാട്യമോ മോഹിനിയാട്ടമോ ഒക്കെ മാത്രമായി ഒതുങ്ങിക്കൂടിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ പിന്നിലൊക്കെ ചരിത്രപരമായ ചില സത്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കോൽകളിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. കോൽകളിയിലെ പണ്ടുള്ള മാപ്പിള കലാസംഘങ്ങൾ അവതരിപ്പിച്ചിരുന്നത് പച്ച ബെൽറ്റും മുടുക്കയ്യൻ ബനിയനും ഒക്കെ ഇട്ട് കയ്യിൽ മുണ്ടുമൊക്കെ കൊടുത്ത് തനി മാപ്പിള കലയായി അവതരിപ്പിച്ചിരുന്ന ആ കാലം നമ്മൾ ഓർത്തു പോവുകയാണ്. ഇന്ന് കാലം മാറി, കലകൾക്ക് കാലത്തിനൊപ്പം മാറുവാനും കഴിയും. അതിനാൽ രൂപങ്ങളും സാദൃശ്യങ്ങളും ഒക്കെ മാറുമെങ്കിലും കലയായി തന്നെ നമ്മൾ ഇതിനെ കാണണം. പുതിയ വേഷവിധാനങ്ങളാണ് ഇന്നത്തെ കലാകാരന്മാർ അനുകരിച്ചു കൊണ്ടിരിക്കുന്നത്. ജീൻസും ഷർട്ടുമിട്ട കോൽകളി സംഘങ്ങൾ, അതാണ് ഈ ഇഗ്വാന കോൽകളി സംഘം. കാരുകുളം നിയാസിൻ്റെ നേതൃത്വത്തിലുള്ള 14 അംഗ സംഘം അവതരിപ്പിക്കുന്ന കോൽകളി. ഏത് കലയാണെങ്കിലും ഒരു കാലത്തും അസ്തമിക്കാതെ കല കാലത്തിനൊപ്പം നിലനിന്നു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കലയെ സ്നേഹിക്കുന്നവർ അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും. കല ഏത് കലയാണെങ്കിലും അവ കാലത്തോട് സംവദിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ ഓരോ ഗ്രാമാന്തരങ്ങളിൽ എല്ലാ വൈവിധ്യങ്ങളും നിറഞ്ഞ കലകളും എല്ലാം സമന്വയിപ്പിച്ച് കേരളം ഒന്നടങ്കം ആഘോഷ രാവിലാണ്. പുതുവർഷ രാവ് വരെ ഇത് തുടരുകയും ചെയ്യും. പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപാട് യുവതി യുവാക്കൾ കലാരംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കേരളീയ കലകളുടെ നവോത്ഥാനം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണിക്കുന്നത്. കലകൾക്ക് ജാതിയോ മതമോ അതിർവരമ്പുകളോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. എന്നാലും ചില കലകൾ ചിലർ കൈയടക്കി വച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നാം മറന്നു പോകരുത്. വിജയ കൊടിയും നാടി കരയത്തെ സൽഗുണ മാർഗ
ഇന്നത്തെ ചെണ്ടമേളങ്ങളും തെയ്യങ്ങളുമൊക്കെ വലിയ ഉത്തേജനമാണ് മനുഷ്യരിൽ ചാർത്തിക്കൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് ചെണ്ട പഠിക്കാൻ അന്യമതസ്ഥർക്ക് അവകാശമുണ്ടായിരുന്നില്ല എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. ഇന്ന് കേരളത്തിൽ അത് നടപ്പിലാവില്ല. കാരണം കേരളം മൊത്തത്തിൽ മാറിയിരിക്കുന്നു. നാനാജാതി വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം മുമ്പോട്ട് പോകുന്നത്. അതിനാൽ തന്നെ എല്ലാ കലകളും എല്ലാ സംസ്കാരങ്ങളും നാനാജാതി മത വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ആടുവാനും പാടുവാനും വരയ്ക്കുവാനും എറിയുവാനും ഓടുവാനും ചാടുവാനുമുള്ള എല്ലാ കലകൾക്കും ഇന്ന് കേരളത്തിൽ അതിയായ അല്ലെങ്കിൽ മുഖ്യമായ സ്ഥാനമാണുള്ളത്. എന്താണ് കോൽകളി എന്ന് വിശദമായി പ്രതിപാദിക്കാൻ ഈ ഒരു സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം കേരളീയ തനിമയിൽ ആ പഴയകാല കോൽകളി ഈ ഒരു രംഗസാദൃശ്യം അത്ര പൊരുത്തപ്പെട്ടു പോകുന്നില്ല. എങ്കിലും കോൽകളി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതാണ് കലയുടെ വ്യത്യാസം. കല കാലത്തിനൊപ്പം മാറുന്നു എന്ന് നാം ആദ്യമേ പറഞ്ഞല്ലോ. അതിനാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവ കാലത്തിനൊപ്പം പുരോഗമിക്കുകയാണ്. കാരികുളം ജംഗ്ഷനിലെ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ വേദികളിലാണ് ഈ കല അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നാം എടുത്തു പറയേണ്ടതാണ്. ഓരോ ഗ്രാമങ്ങളും ആഘോഷത്തെ വെറുപ്പിലാണ് എന്ന് നാം ആദ്യമേ പറഞ്ഞു വെച്ചു. കഥകളിയാണെങ്കിലും ഒന്നോ രണ്ടോ പേരാണ് പാട്ടുകൾ പാടുന്നതും ഈണങ്ങൾ കൊടുക്കുന്നതും എന്ന് പറഞ്ഞതുപോലെ കോൽകളിയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. രണ്ടോ മൂന്നോ പേർ പാട്ട് പാടുന്നു, മറ്റുള്ളവർ കോൽ കളിക്കുന്നു. കോൽകളിയുടെ അടുക്കും ചിട്ടയുമൊക്കെ ആസ്വദിക്കണമെങ്കിൽ വ്യക്തതയോടെ നല്ല മെയ്വഴക്കവുമൊക്കെ അത്യാവശ്യമാണ്. ഇത് ഒരു ആഘോഷരാവ് എന്നുള്ള തരത്തിൽ അത്ര അടുക്കും ചിട്ടയോടെയാണോ ഇവർ കളിക്കുന്നത് എന്ന് വെച്ചാൽ അല്ല എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും നിയാസ് കാരുകുളത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഭാവിയിലെ ചില വരദാനങ്ങൾ നമുക്ക് സമ്മാനിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം ചാനൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ തരം വീഡിയോകളും നിങ്ങളിലേക്ക് തത്സമയം എത്തുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആഘോഷങ്ങൾ തിമർക്കുകയാണ്. അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കോൽകളി എന്ന് ഇത് കണ്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഇതൊരു അറിയിപ്പാണ്, ഇതൊരു അറിവാണ്. കോൽകളിയെക്കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കലകളെയും അതുപോലെ മറ്റ് ഉത്സവങ്ങളുമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കും. അത്തരം വീഡിയോകളും മറ്റു കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നതുവരേക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.